ചോദ്യം: ഹോർത്തൂസ് മലബാറിക്കൂസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഏത് സസ്യശാസ്ത്രജ്ഞനാണ് അടുത്തിടെ അന്തരിച്ചത്? ഉത്തരം: ഡോക്ടർ കെ.എസ്. മണിലാൽ. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് മുഴുവൻ പേര്. കാലിക്കറ്റ് സർവകലാശാലയിലെ ബോട്ടണി വകുപ്പ് മുൻ മേധാവിയായിരുന്നു. 50 വർഷത്തോളം നീണ്ട ഗവേഷണത്തിലൂടെയാണ് ഹോർത്തൂസ് മലബാറിക്കൂസ് ഇംഗ്ലീഷിലും മലയാളത്തിലും വിവർത്തനം ചെയ്തത്. 19 പുതിയ സസ്യയിനങ്ങളെ ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി. അതിൽ 4 അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 2020 പത്മശ്രീ ലഭിച്ചു. ലാറ്റിൻ ഭാഷയിൽ 17-ാം നൂറ്റാണ്ടിൽ തയ്യാറാക്കപ്പെട്ട ഹോർത്തൂസ് മലബാറിക്കൂസിന് 12 വാല്യങ്ങളും 742 അധ്യായങ്ങളുമാണ് ഉണ്ടായിരുന്നത്. AD 1678-നും 1703-നും ഇടയിൽ ആംസ്റ്റർഡാമിലാണ് പ്രസിദ്ധീകരിച്ചത്. കേരളത്തിൽ വളരുന്ന 679 വ്യത്യസ്ത സസ്യയിനങ്ങളുടെ വിവരങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത്. ഓരോ ചെടിയെക്കുറിച്ചുമുള്ള സസ്യശാസ്ത്രപരമായ വിവരങ്ങളും സാമ്പത്തിക വശങ്ങളും ഔഷധഗുണങ്ങളും 791 ചിത്രങ്ങളും ഹോർത്തൂസിലുണ്ട്. അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻട്രിക് ആഡ്രിയാൻ വാൻ റീഡ് ആണ് കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള വിവരങ്ങളുള്ള ബൃഹത് ഗ്രന്ഥം തയ്യാറാക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയത്. രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട്, ഇട്ടി അച്യുതൻ വൈദ്യർ എന്നിവരുടെ സഹായത്തോടെയാണ് ഹോർത്തൂസ് തയ്യാറാക്കിയത്. ഹോർത്തൂസ് മലബാറിക്കൂസിൽ ആദ്യം പരാമർശിക്കുന്ന സസ്യം തെങ്ങും അവസാനം പരാമർശിക്കുന്നത് തിനയുമാണ്. സസ്യങ്ങളുടെ വിവരങ്ങൾ ലാറ്റിൻ, അറബി, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാറ്റിൻ ഗ്രന്ഥത്തിൽ സസ്യനാമങ്ങൾ മലയാളത്തിൽ കൂടി അച്ചടിച്ചു. ഇതോടെ മലയാള ലിപിയിൽ ആദ്യമായി അച്ചടി മഷി പുരണ്ടു. ഹോർത്തൂസിന്റെ ഇംഗ്ലീഷ് പതിപ്പ് 2003-ലും മലയാളം പതിപ്പ് 2008-ലും കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു.